ഒരു വ്യക്തി എന്തിനാണ് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: ടു ബി ഫ്രീ, സ്വതന്ത്രമാവാൻ. എന്തിൽ നിന്ന് സ്വതന്ത്രമാവാൻ? സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാൻ, സ്വന്തം ഈഗോകളിൽ നിന്നും സ്വതന്ത്രമാകാൻ, സ്വന്തം ചിന്താഗതികളിൽ നിന്നും കടുംപിടുത്തങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാൻ, സ്വന്തം വിശ്വാസ സംഹിതകളിൽ നിന്നും സ്വതന്ത്രമാകാൻ, സ്വന്തം അറിവുകളിൽ നിന്ന് സ്വതന്ത്രമാകാൻ, ആർജിച്ച അറിവുകളിൽ നിന്ന് സ്വതന്ത്രമാകൽ, സ്വന്തം വ്യക്തിത്വാഭിമാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകൽ, സ്വന്തം ഭേദചിന്തകളിൽ നിന്ന് സ്വതന്ത്രമാകൽ, ദ്വന്ദ്വങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകൽ. ടു ബി ഫ്രീ. ഫ്രീഡം ഫ്രം അവർ ഓൺ ഇൻ്റലക്റ്റ്, ഫ്രീഡം ഫ്രം അവർ ഓൺ ഇമോഷൻസ്, ഫ്രീഡം ഫ്രം അവർ ഓൺ ഡേഞ്ചറസ് ഡിസയേഴ്സ്. അതിൽ നിന്നൊക്കെ ഫ്രീഡം വേണമെന്ന് എന്താ നമ്മൾ ചിന്തിക്കാത്തേ? ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്തു പോയി ചുറ്റിക്കറങ്ങാനുള്ള ഫ്രീഡോ? അർദ്ധരാത്രിയായാലും വീട്ടിലേക്ക് കയറി വരാണ്ടാത്തതിനുള്ള ഫ്രീഡോ? കള്ളും കഞ്ചാവൊക്കെ അടിക്കാനുള്ള ഫ്രീഡോ? ഇതിനൊക്കെയാണോ ഫ്രീഡം പറയുന്നത്? ഇതെന്താ ഫ്രീഡം അല്ലേ? ഈ ഫ്രീഡം ഫൈറ്റ് എവിടെ നടക്കേണ്ടത്? ഇത് നമ്മുടെ ഉള്ളിലുള്ള ഫ്രീഡം ഫൈറ്റാണ്. നമ്മളെ ദുരിതത്തിലാഴ്ത്തുന്ന രീതിയിൽ ഒരാൾ നമ്മുടെ കയ്യിന് വിലങ്ങിട്ടിട്ട് പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾക്കത് സ്വാതന്ത്ര്യമില്ലായ്മയായിട്ട് ഫീൽ ചെയ്യുന്നോ, ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ ഇമോഷനുകളോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ അഹങ്കാരമോ നമ്മുടെ മടിയോ ഒക്കെ നമ്മളെ കെട്ടിയിടുന്നുണ്ട്. ഇതേ പരിപാടി ചെയ്യുന്നുണ്ട്. ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ എന്താ തോന്നാത്തത്? ഇപ്പോൾ ഇതിൽ ചെറിയ പ്രായത്തിലുള്ള ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനമ്മയോട് ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനോട് ഫൈറ്റ് ചെയ്തുകൂടെ? ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭർത്താവിനോടോ ഭാര്യയോടോ അച്ഛനോടോ അമ്മയോടോ ബോസിനോടോ ഫൈറ്റ് ചെയ്യുന്ന പോലെ. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരുത്തനെ പ്രണയിച്ചിട്ട് അവരുടെ കൗൺസിലിംഗ് നടക്കുമായിരുന്നു. അതൊന്നും നടക്കില്ല, ഇവളെ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല, ഞാൻ കാണിച്ചു തരുന്ന ആളുടെ കഴുത്തിൽ നീ താലി കെട്ടിക്കോളണം എന്ന് അച്ഛൻ പറയണിരുന്നിട്ട് പെൺകുട്ടി പറയണേ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അച്ഛാ, എനിക്ക് എൻ്റെ പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇത് അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനിത് അംഗീകരിക്കുന്നു. ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞു, സ്വന്തം പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുവാൻ നിനക്ക് അറിയുമെങ്കിൽ നീ ഉപയോഗിക്കുക തന്നെ വേണം. നിൻ്റെ അച്ഛനിൽ നിന്ന് സ്വാതന്ത്ര്യം സമരം ചെയ്ത് നേടുവാൻ നിനക്ക് അധികാരമുണ്ട്. എന്നാൽ നിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം സമരം ചെയ്ത് നേടുവാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളോട് നീ പൊരുതുക. ആഗ്രഹമേ എന്നെ വിട്, നീ എന്നെ വിട്ടുപോ. ആ ആഗ്രഹങ്ങളോട് പൊരുതി ജയിച്ച് ആഗ്രഹങ്ങളെ ആട്ടിപ്പായിച്ചിട്ട് എനിക്ക് ആഗ്രഹങ്ങളില്ല, ഞാൻ ഓക്കെ ഇപ്പോൾ, നോ പ്രോബ്ലം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഒന്നുകിൽ ഈ വ്യക്തി അച്ഛനോട് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വ്യക്തി ആഗ്രഹങ്ങളോട് ഫൈറ്റ് ചെയ്യണം. രണ്ടും പാരതന്ത്ര്യമാണ്. ഒന്ന്, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാൻ അച്ഛൻ സ്വാതന്ത്ര്യം തരുന്നില്ല. മറ്റൊന്ന്, അച്ഛൻ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുവാൻ ആഗ്രഹങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. ഏതോ ഒന്നിൻ്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ആവശ്യം. ഏതോ ആവാലോ. അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം, ആ ഇൻറ്റേർണലായിട്ട് കിട്ടേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. എന്താ അതിൻ്റെ കൺക്ലൂഷൻ എന്നറിയോ? ഒരു വ്യക്തിക്ക് ബാഹ്യമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് താനും ആ വ്യക്തിക്ക് ആന്തരികമായ തൻ്റെ സ്വന്തം പുഴുത്തിരിക്കുന്ന ആഗ്രഹങ്ങളിൽ നിന്നൊന്നും സ്വാതന്ത്ര്യം ആ വ്യക്തി നേടിയിട്ടുമില്ലെങ്കിൽ ആ വ്യക്തി നശിച്ചു പോകും. അതാണ്, ആ വ്യക്തി ഇൻറ്റേർണൽ ഫ്രീഡം നേടിയിട്ടില്ല, എക്സ്റ്റേണലി ഭയങ്കര ഫ്രീഡം ഉണ്ട് താനും, എങ്കിൽ ആ വ്യക്തി നശിച്ചു പോകും. ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നമ്മുടെയൊക്കെ ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു കൾച്ചറുള്ള ഒരാളെ നിങ്ങൾ അമേരിക്ക പോലെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ കൊണ്ടുപോയിട്ടൊരു 4 മാസം ജീവിപ്പിച്ച് നോക്കൂ, നശിച്ചു പോയിട്ട് തിരിച്ചു വരുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ആ രാജ്യങ്ങളിൽ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ അറിയുന്നതിനോടൊപ്പം അവിടുത്തെ സിവിലൈസേഷനിൽ അവിടുത്തെ ആ ഒരു പൗരന് ആ സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും അത്യാവശ്യം സ്റ്റാൻഡേർഡായി തന്നെ കീപ്പ് ചെയ്യുവാനുള്ള പക്വതയും കൂടെ ഉണ്ട്. അതാണ് ആ ഇമോഷണൽ മെച്യൂരിറ്റി. നമ്മളുടെ രാജ്യത്തിൽ
കാമുകന്മാരുണ്ടാവും. ഓക്കെ, അമേരിക്കക്കാരൊക്കെ കണ്ടില്ലേ, ആരെ ഇഷ്ടപ്പെട്ടോ അവരുടെ കൂടെ ചുറ്റിക്കറങ്ങുക, അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യണ്ടേ, അഡ്വാൻസ്ഡ് ആയിരിക്കണ്ടേ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും കാമുകന്മാരുണ്ടാവും. പക്ഷേ അമേരിക്കയെ ഫോളോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ കാമുകന്മാർക്ക് പരസ്പരം ഇഷ്ടമില്ലാതായില്ലേ, അവരൊരു ഹോട്ടലിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഷേക്കിൻ്റെ എടുത്ത് അപ്പോൾ ശരിട്ടാ നമുക്ക് കാണാം, പിരിയാം, ഇത്രയും കാലം കിട്ടിയ നല്ല എക്സ്പീരിയൻസിന് നന്ദി, എന്നിട്ട് പിരിയാനുള്ള മനസ്സ് അവർക്കുണ്ട്. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ആസിഡ് ബൾബ് മുഖത്തേക്കെറിയാൻ നടക്കും, വെട്ടിക്കൊല്ലാൻ നടക്കും. ഇവിടെ അതിനുള്ള പക്വതയില്ല, ബ്രേക്ക് പിടിക്കാനുള്ള പക്വതയില്ല, തുടങ്ങി വയ്ക്കാനുള്ള പക്വത മാത്രമേ ഉള്ളൂ. ഇപ്പം സ്വാതന്ത്ര്യം, ഒരു വ്യക്തി സ്വാതന്ത്ര്യം നല്ലപോലെ ഉപയോഗിക്കും തോറും ആ വ്യക്തിക്ക് പക്വതയും കൂടി വരണം.